കോഴിക്കോട് നാദാപുരത്ത് റോഡിലെ കുഴിയിൽ ചാടിയ ബൈക്ക് യാത്രികൻ കാറിന് മുന്നിലേക്ക് തെറിച്ചു വീണു. പയ്യന്തോങ്ങ് സ്വദേശി പ്രദീപാണ് അപകടത്തിൽപ്പെട്ടത്. കാറ് ദേഹത്ത് കയറാതെ രക്ഷപ്പെട്ടത്. തലനാരിഴക്കാരൊക്കെ ജീവൻ കയ്യിൽ പിടിച്ചു വേണം യാത്ര ചെയ്യാൻ. അതാണ് അവസ്ഥ. കോഴിക്കോട് ഇത് മാത്രമൊന്നുമല്ല, വീണ്ടും ഉണ്ട് കാണിക്കാൻ. 4-ാം ഗേറ്റ് പരിസരത്ത് റെയിൽവേ ക്രോസിന് സമീപത്തായി റോഡിൽ ഒരു വലിയ കുഴിയുണ്ട്. മഴ പെയ്താൽ ഈ കുഴി ഉണ്ടാക്കുന്ന അപകടം പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. ഇരുചക്ര വാഹനങ്ങൾ ആ കുഴിയിൽ വീണുകൊണ്ടിരിക്കുകയാണ്. കാർ ഉൾപ്പെടെ താഴ്ന്നു പോകുന്ന സാഹചര്യം. രൂക്ഷമായ ഗതാഗത കുരുക്കാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നോക്കുന്ന ദൃശ്യങ്ങളിൽ കാണുകയാണ് നമ്മൾ. ഇതാണ് റോഡിന്റെ അവസ്ഥ. റെയിൽവേ ഗേറ്റിലൂടെ കടന്നു പോകുന്ന ഇരുചക്ര വാഹനങ്ങളൊക്കെ നോക്കൂ. തെന്നി വീഴാൻ പോകുന്ന, ജീവൻ കയ്യിൽ പിടിച്ച് യാത്ര ചെയ്യുന്ന മനുഷ്യരുടെ കാഴ്ചയാണ് നമ്മൾ തത്സമയം പോലും കണ്ടുകൊണ്ടിരിക്കുന്നത്. റെയിൽവേ അധീനതയിലുള്ള ഭൂമിയാണിത്. അതിനാൽ തന്നെ കോർപ്പറേഷൻ അധികൃതർ മുഖം തിരിക്കുന്നു എന്നാണ് നാട്ടുകാരുടെ പരാതി. ആ സ്ഥലത്ത് നിന്ന് അഭിജിത്ത് മുഴക്കുന്ന് ചേരുകയാണ്. അഭിജിത്ത്, ഇതിലും ഭേദം നാട്ടുകാർക്കൊക്കെ സർക്കസിൽ പോയി അഭ്യാസം പഠിക്കുകയായിരിക്കും നല്ലത്. അതിൽ ഇതിനേക്കാൾ സേഫ്റ്റി ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഇത് കാണുമ്പോൾ. റോഷ്നി പറഞ്ഞതുപോലെ തന്നെയാണ്. ഇരുചക്ര വാഹനങ്ങളുമായി ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നവർ അല്പം അഭ്യാസ പ്രകടനങ്ങളൊക്കെ പഠിക്കേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് PT ഉഷ റോഡ്. അതായത് 4-ാം ഗേറ്റിന് സമീപത്തുള്ള റെയിൽവേ ക്രോസിന് തൊട്ടടുത്തുള്ള റോഡാണിത്. ഇത് പ്രധാനമായും ബീച്ചിലേക്ക് പോകുന്ന ഒരു വഴി കൂടിയാണ്. അവിടെയുള്ളതാണ് ഈ കുഴി. ദൃശ്യങ്ങളിൽ കാണുമ്പോൾ മഴ അല്പം ഒന്ന് കുറഞ്ഞതിനാൽ തന്നെ എത്രത്തോളം ഇതിന്റെ ഭീകരത പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് അറിയില്ല. പക്ഷേ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് റോഷ്നി ഒരു വലിയ കുഴിയാണ്. റോഡ് എന്ന് അതിനെ വിളിക്കാൻ കഴിയുമോ എന്നുപോലും നിശ്ചയമില്ല. പലപ്പോഴും ഇരുചക്ര വാഹനങ്ങൾ ഈ കുഴിയിലേക്ക് വീഴുന്നതും അപകടം സംഭവിക്കുന്നതും പതിവാണ്. പലതവണ അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇരുചക്ര വാഹനങ്ങൾ മാത്രമല്ല റോഷ്നി, പലപ്പോഴും കാർ ഉൾപ്പെടെ ആ കുഴിയിലേക്ക് താണുപോകാറുണ്ട്. എത്രത്തോളം അതിന് ആഴമുണ്ട് എന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. ചേട്ടാ, വലിയ കുഴിയാണല്ലേ അത്? അതെ, ദിവസം ഒരു 2-3 പേരെങ്കിലും വീഴും. എല്ലാ ദിവസവും വീഴുന്നുണ്ട്. മഴ പെയ്താൽ മറ്റേ ഫുള്ള റോഡും റോഡ് ഏതാ മനസ്സിലാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇതിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് കുഴി, ഏതാണ് റോഡ് എന്നൊന്നും മനസ്സിലാവില്ല. മുട്ടിൻ്റെ അത്ര ഉയരത്തിൽ വെള്ളം നിൽക്കും അവിടെ, ചളിക്കുഴി. അപ്പോൾ അതിലെന്തായാലും ബൈക്ക് എന്തായാലും ചെറിയ വണ്ടിയിലല്ല, എന്തായാലും വീഴും. സാധാരണ തന്നെ എങ്ങനെയൊക്കെ കയറിപ്പോവും. ബൈക്കാരുടെ കാര്യം ബാക്കോട്ട് റിവേഴ്സ് എടുത്ത് പോകേണ്ടി വരും. വലിച്ചിട്ട് ഞങ്ങൾ ഓടിച്ചെന്ന് പൊന്തിക്കില്ല. ഇതൊരു പ്രധാനപ്പെട്ട റോഡ് കൂടിയാണല്ലോ. തീർച്ചയായും ബീച്ചിലേക്ക് പോകുന്ന നല്ലൊരു വഴിയാണിത്. കൂടുതൽ വാഹനങ്ങൾ പോകുന്ന വഴിയാണിത്. എപ്പോഴും നിരവധി വാഹനങ്ങൾ പോകുന്ന വഴിയാണ്. എപ്പോഴും തിരക്കുള്ള റോഡ് കൂടിയാണ്. അതെ. എന്തുകൊണ്ട് ഇതിന്റെ ഈ അറ്റകുറ്റപ്പണികൾ നടത്താതെ? റെയിൽവേയുടെ സ്ഥലമാണല്ലേ? റെയിൽവേന്റെ സ്ഥലമാണ്, അതാ പ്രശ്നം. അതുകൊണ്ട് കോർപ്പറേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ഒരു തർക്കം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു തർക്കത്തിലാണ് വ്യക്തമായി അറിയില്ല എന്താ പ്രശ്നം. ഇത് മുൻപ് ചെറിയ രീതിയിലുള്ള അറ്റകുറ്റപ്പണികൾ, താൽക്കാലികമായിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. മാറി ഇടലുണ്ട്, വർക്ക് ചെയ്യലുണ്ട്. കല്ലിട്ടിട്ടൊക്കെ ലെവൽ ചെയ്ത് പോകുന്നു. കോർപ്പറേഷൻ ചെയ്യലുണ്ട്, ഇവരെ കൊണ്ട് കഴിയുന്ന ചെയ്യലുണ്ട്. ഇത് വലിയൊരു വർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം റെയിൽവേ സ്ഥലമായതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് നീണ്ടു പോകുന്നത്. നിങ്ങളിപ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ള കടക്കാരാണ്. നിങ്ങൾ എപ്പോഴും അപകടം കാണുന്നത്? തീർച്ചയായും കാണും. ഒരു 5-6 കൊല്ലമായി കാണുന്നത്. ഇതിനൊരു ശാശ്വത ഒരു പരിഹാരം വേണം. തീർച്ചയായും വേണം. കൗൺസിലർ വന്നിരുന്ന അവർ ശ്രമിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റേ ഇവിടുത്തെ മേയറൊക്കെ സംസാരിച്ച് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയും വഴി ശരിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ശരിക്കും ഇന്നലെയും തുടങ്ങിയ പ്രശ്നമൊന്നുമല്ലോ, വർഷങ്ങളായി 5-6 കൊല്ലത്തോളായി. 6 കൊല്ലം ഇതുവരെ അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. റോഷ്നി, അങ്ങനെ തന്നെയാണ്. 5-6 വർഷമായി ഈ പ്രശ്നം ഉണ്ടായിട്ട്, പക്ഷേ ഇതുവരെ അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണാം, അവിടെ നിന്നാണ്, അതായത് ബീച്ച് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ഇതുവഴിയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഈ റോഡിന്റെ അവസ്ഥ നോക്കൂ. വലിയ കുഴികൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. അവിടെ നിന്ന് വലതുവശത്തേക്ക് തിരിയുന്ന ഈ ഭാഗത്താണ് ഈ വലിയ കുഴി രൂപപ്പെട്ടിട്ടുള്ളത്. ഇതിൽ കുഴിക്ക് എത്രത്തോളം ആഴമുണ്ട് എന്ന് പരിശോധിക്കാൻ നിലവിൽ ഒരു മാർഗവുമില്ല. അതായത് വാഹനങ്ങൾക്ക് അത് തിരിച്ചറിയാൻ കഴിയില്ല. വെള്ളം വലിയ അളവിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം വെള്ളമാകും. അപ്പോൾ റോഡ് ഏതാണ്, കുഴി ഏതാണ്, കുണ്ട് ഏതാണ് എന്നൊന്നും മനസ്സിലാകാൻ കഴിയാത്തൊരു സാഹചര്യം കൂടിയാണ്. എത്രയോ നാൾ മുൻപുള്ള പ്രശ്നമാണ്. പക്ഷേ റെയിൽവേയുടെ ഭാഗമായിട്ടുള്ള ഭൂമിയാണ്. അതിനാൽ തന്നെ ആ രീതിയിലുള്ള ഒരു ഇടപെടൽ കോർപ്പറേഷൻ്റെ ഒന്നും ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ പരിസരവാസികളൊക്കെ തന്നെ പറയുന്നത്. അപ്പോൾ അതിന് ഉടനടി ഒരു പരിഹാരം ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അധികൃതർ കാണുന്നുണ്ട് എങ്കിൽ അതിനൊരു നടപടി ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ, അപകടങ്ങളൊക്കെ ആവർത്തിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എല്ലാ ദിവസവും എന്ന പോലെ ഇവിടെ അപകടങ്ങൾ നടക്കാറുണ്ട്. അത് ഇനിയും ഒരു നിത്യസംഭവമായി മാറും. റോഷ്നി, അഭിജിത്ത്, ആ റോഡ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് 5-6 വർഷമായി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നമ്മൾ ഈ വാർത്ത കൊടുത്തത് കൊണ്ടും ഇനി എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നുണ്ടോ എന്നുള്ളത്.
കാരണം ഒരാഴ്ച ആ റോഡിലൂടെ ദിവസേന കടന്നു പോകേണ്ട ഇരുചക്ര വാഹനക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് ഒരു മാസം ഒന്നും വേണ്ട, ഒരാഴ്ച അതിലൂടെ സ്ഥിരമായി ഒന്ന് കടന്നുപോയാൽ മനസ്സിലാകും എന്താണ് അവസ്ഥ എന്ന്. അപ്പോഴാണ് ഈ 5-6 വർഷമായി ഇങ്ങനെ ഒരു റോഡ് ഇങ്ങനെ കിടക്കുന്നു. അതിൽ റെയിൽവേക്കാണ് അതിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നു. അവർ കണ്ണു തുറക്കുന്നതേയില്ല. നോക്കൂ, ഈ വെയിൽ വീണ മഴയൊന്ന് മാറി നിന്ന സമയത്തെ കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഒരു മഴ പെയ്താൽ, മഴ മാറി നിന്നിട്ടില്ലല്ലോ, മഴക്കാലമാണ്, ഇനി വീണ്ടും ഒരു നല്ല മഴ പെയ്താൽ എന്തായിരിക്കും അവിടുത്തെ വെള്ളത്തിന്റെ അവസ്ഥ? എങ്ങനെയാണ് അതിലൂടെ വാഹനങ്ങൾ കടന്നു പോവുക? ഓരോരുത്തരും സർക്കസ് പഠിച്ചാണ് അതിലൂടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവൻ കയ്യിൽ പിടിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആർക്കാണ് ഉത്തരവാദിത്തം എന്നുള്ള അവർ ചെയ്യുന്നില്ലെങ്കിൽ അത് പ്രതിഷേധങ്ങളായും സമരങ്ങളായും ചെയ്യിപ്പിക്കേണ്ട ഉത്തരവാദിത്തം കൂടിയുണ്ട്. അത് ഈ നാട്ടിലെ ജനപ്രതിനിധികൾക്കുണ്ട്. ഈ റോഡ് കാണുമ്പോൾ അതാണ് നമുക്ക് പറയാൻ തോന്നുന്നത്. ഇതൊക്കെ ഇനി എന്ന് ശരിയാവുമെന്ന് ചോദിച്ച് നോക്കൂ, ആ ബൈക്കൊക്കെ കടന്നു പോകുന്ന ഒരു അവസ്ഥ എന്താണ്? ഇതാണ് എന്ത് പറയണമെന്ന് പോലും അറിയില്ല. തീർന്നിട്ടില്ല, നേരെ നമ്മൾ മലപ്പുറത്തേക്ക് പോകുന്നു. മലപ്പുറം മഞ്ചേരി എളങ്കൂർ പേലേപ്പുറം റോഡ് തകർന്നിട്ട് മാസങ്ങളായി. റോഡിലെ കുഴികൾ അടച്ച് ശാശ്വത പരിഹാരം കാണാൻ ഇതുവരെ കഴിഞ്ഞില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. മഴക്കാലം കഴിയുന്നതോടുകൂടി വിഷയം പരിഹരിക്കുമെന്നാണ് അധികാരികളും പറയുന്നത്. റോഡ് കണ്ടില്ല നിങ്ങൾ, ഇത് പ്രശ്നം എന്താ പറയാന്? ഇതിൻ്റെ അവസ്ഥ അവിടെ പാലല്ല, അവിടെയൊക്കെ പാലം പൊളിഞ്ഞടിക്കണം, പല ബുദ്ധിമുട്ടുമുണ്ട്. ദിവസം പ്രശ്നം തന്നെയല്ലേ, ഇത് കണ്ടില്ല, ഇതെല്ലാം അവസ്ഥ. ഇത് മാത്രമല്ല, എല്ലാം റോഡ് മോശം തന്നെ. ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കാരക്കുന്ന് പോകണ റോഡ്, എല്ലാ റോഡും കഥ കഴിഞ്ഞാണ്. സോണൽ കൃഷ്ണ ചേരുന്നു. സോണൽ, ആ ചേട്ടൻ പറയുന്നത് കേട്ടല്ലേ, ഇതാണ് അവസ്ഥ, എന്ത് ചെയ്യാനാ? റോഷി, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പറയുന്ന എലങ്കൂർ ടൗണിന് തൊട്ടടുത്ത പ്രദേശമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഏകദേശം പൂർണ്ണമായി ഈ റോഡ് തകർന്നു കിടക്കുന്ന സാഹചര്യമാണുള്ളത്. നിരവധി ആവശ്യമാണ് ഈ റോഡ് എത്രയും പെട്ടെന്ന് നന്നാക്കണം എന്നുള്ളത്. പക്ഷേ അത് ഇതുവരെ പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപാട് പേർ ഇവിടെ വീണ് അപകടം പറ്റുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. വലിയ ആശങ്കയാണ്. ഈ റോഡിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ റോഡ് വളരെ ശോചനാവസ്ഥയാണ്. ഇത് നാട്ടുകാരെ ഏറ്റവും വലിയൊരു റോഡാണ്. മലപ്പുറക്കാർ ഉപയോഗിക്കുന്ന റോഡ് ഇത് ഹോസ്പിറ്റലുണ്ട്, ഇവിടെ സ്കൂളുണ്ട്, വില്ലേജൊക്കെ എല്ലാം പോണ റോഡാണിത്. ഈ റോഡ് എത്രയും പെട്ടെന്ന് നാട്ടുകാരെ ഈ റോഡ് എത്രയും പെട്ടെന്ന് ശരിയാക്കണം. ഈ സോണൽ, ചെറിയൊരു സാങ്കേതിക തടസ്സമുണ്ട്. എന്തായാലും നമ്മൾ ആ കാഴ്ച കാണുമ്പോൾ അവർ പറയുന്നത് നമുക്ക് കൃത്യമായി മനസ്സിലാകും. ആ ദൃശ്യങ്ങളിൽ തന്നെ എല്ലാം ബോധ്യപ്പെടുന്നതാണ്. കൂടുതൽ വിവരണം പോലും അതിന് ആവശ്യമില്ല. ഞാൻ ആലോചിക്കുന്നത് ഇത് ഈ മഴക്കാലത്ത് രൂപപ്പെട്ട അതായിരിക്കില്ലല്ലോ ഈ പരുവത്തിൽ ഈ റോഡ്. പെട്ടെന്ന് ഇതിന്റെ പണികൾ തുടങ്ങാൻ ടെൻഡർ കൊടുത്തു കഴിഞ്ഞു. 40 ലക്ഷം രൂപ പാസ്സായതാണ്. അപ്പോൾ ഒരു 1-2 ഓവാലത്തിന് ഇവിടെ ചെറിയ തകരാറുണ്ട്. അപ്പോൾ അതിന്റെ പണി ഇപ്പോൾ മഴ പോണതിന് മുമ്പ് തന്നെ തുടങ്ങും. മഴ പോയിന്റെ ശേഷം ടാറിങ് ഇപ്പോൾ തൽക്കാലം ടാറിങ് ചെയ്തിട്ട് യോഗ്യമാക്കുക എല്ലാ പരിപാടിയും ചെയ്യാതെ അപ്പോൾ യാത്രക്കാരോട് നമുക്ക് ചോദിക്കാം. വലിയ പ്രയാസമാണ് ഇതിൽ കൂടി പോവാ അല്ലേ? നല്ല ഓക്കെ സോണൽ, എന്തായാലും ഓരോരുത്തരുടെ പ്രതികരണം അവരുടെ ജീവനെ കുറിച്ച് തന്നെയാണ് അവരൊക്കെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വാഹനങ്ങൾ പോകുന്ന പോക്ക് കാണാമല്ലോ. അത് ഈ മഴക്കാലത്തല്ല ഈ റോഡ് ഇങ്ങനെ ആയത്. പക്ഷെ ഇനി അതൊന്ന് ശരിയാക്കണമെങ്കിൽ മഴക്കാലം കഴിയണം. കാരണം നമുക്കറിയാം മഴയത്ത് പണിയെടുക്കാൻ കഴിയില്ല. പക്ഷെ ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നില്ലേ എന്നുള്ളതാണല്ലോ ചോദ്യം. അത് ചെയ്തില്ല. അതുകൊണ്ട് ഇനി മഴയൊക്കെ കഴിഞ്ഞ് ഈ മഴക്കാലം മുഴുവൻ ആളുകൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവൻ പോയാൽ പോയി, കിട്ടിയാൽ കിട്ടി.